ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ബിസിനസ്സിലെ അക്കൗണ്ടിംഗ് വർക്കുകൾ എങ്ങനെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതായത് ഒരു അക്കൗണ്ടന്റ് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ബിസിനസ്സിലെ എ ടു സെഡ് കാര്യങ്ങൾ ഒരു അക്കൗണ്ടന്റിനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അതായത് ഒരു ബിസിനസ് നടത്തുന്ന ആള് ഒരു അക്കൗണ്ടന്റിനെ ഹയർ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ അറിയില്ലേ എന്ന് ചെക്ക് ചെയ്യണം എന്നർത്ഥം. കാരണം ആ സ്ഥാപനത്തിലെ എല്ലാ കണക്കുകളും എ ടു സെഡ് കാര്യങ്ങളും എന്താണ് ഈ അക്കൗണ്ടന്റിന് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം എന്നർത്ഥം. കാരണം എല്ലാം കഴിഞ്ഞ് ഫൈനലൈസേഷന്റെ സമയത്താണ് നമ്മൾ ഓഡിറ്റർക്ക് നമ്മൾ ഡാറ്റകൾ കൈമാറുക. അപ്പോൾ ഓഡിറ്റർ എന്താണ് ജസ്റ്റ് ഒരു ചെക്ക് ചെയ്യലും അതേപോലെ ഒരു സിഗ്നേച്ചറിനാണ് വാല്യൂ ഉള്ളത്. അപ്പോൾ ഓഡിറ്ററുടെ ഒരു സിഗ്നേച്ചർ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന്റെ സിഗ്നേച്ചറിനാണ് വാല്യൂ ഉള്ളത്. അതിനാണ് നമ്മൾ അവർക്ക് ഫീസായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു ഫീസ്, ഒരു ഭയങ്കര വലിയൊരു ഫീസ് അയാൾക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതില്ലാതെ ഒരു സ്ഥാപനത്തിലൊരു അക്കൗണ്ടന്റ് ആണെങ്കിൽ അയാൾക്ക് കുറച്ച് സാലറി കൂട്ടി കൊടുത്തു കഴിഞ്ഞാലും എല്ലാം അയാൾക്ക് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പോൾ അതിനുള്ള ഒരു ട്രെയിനിങ് അയാൾക്ക് കിട്ടിയിരിക്കണം എന്നർത്ഥം. അങ്ങനെ എല്ലാം ചെയ്യാൻ അറിയുന്ന ഒരാളെയാണ് അക്കൗണ്ടന്റ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരെ എനിക്കൊന്ന് മെയിൽ ചെയ്തോളൂ. എൻ്റെ മെയിൽ ID എന്ന് പറയുന്നത് shyamastaliClass@gmail.com ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ തരും. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് വരാം. അതായത് ഒരു അക്കൗണ്ടന്റ് എന്തെല്ലാം കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്? നമ്മുടെ ബിസിനസ്സിൽ ഇപ്പോൾ എത്ര ക്യാഷ് ഉണ്ട്, ബാങ്കിൽ എത്ര പൈസയുണ്ട്, എത്ര കൊടുക്കാനുണ്ട്, എത്ര കിട്ടാനുണ്ട്, അതേപോലെ തന്നെ ഏത് ബില്ലിലാണ് പെൻഡിങ് ഉള്ളത്, അപ്പം മൊത്തം എത്ര കൊടുക്കാനുണ്ട് കിട്ടാനുണ്ട് എന്നുള്ളതിന് പുറമെ എന്താണ് അറിയേണ്ടത്? ഓരോ ബില്ലിലും എന്ത് കൊടുക്കാനുണ്ട്, എന്നാണ് അതിൻ്റെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞുവെങ്കിൽ എത്ര ദിവസം ഓവർ ഡ്യൂ ആയിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അറിഞ്ഞിരിക്കണം എന്നർത്ഥം. ഞാൻ എൻ്റെ ടാലി ഓൺലൈൻ ക്ലാസ്സിൽ ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതായത് ടാലി A to Z ആണ് കവർ ചെയ്യണത്. അപ്പോൾ ടാലിയുടെ മുമ്പ് എന്താണ് ഒരു അക്കൗണ്ടിങ് ബേസിക്സും ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നോൺ കോമേഴ്സുകാർക്കാണെന്നുണ്ടെങ്കിലും എൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് തന്നെ ഒരു അക്കൗണ്ടൻറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റും. അപ്പോൾ ടാലിയിലെ എല്ലാ റിപ്പോർട്ടുകളും എവിടെയാണ് ഉണ്ടായിരിക്കുക? ഇവിടെ മുകളിൽ ഗോ ടുലാണ് ഉണ്ടായിരിക്കുക. ഇവിടെ നമുക്ക് ജസ്റ്റ് ഗോ ടു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ റിപ്പോർട്ടുകളും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ പറ്റും. ഇവിടെ നമുക്ക് എന്താണോ നോക്കേണ്ടത് അത് നമുക്ക് ഇവിടെ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. ക്യാഷാണ് അറിയേണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ക്യാഷ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ഫോർ ബാങ്ക് ബുക്ക് ഇവിടെ കിട്ടും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ബാലൻസുകൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റും. അതേപോലെ നമ്മൾക്ക് അറിയേണ്ടതാണെങ്കിൽ പ്രോഫിറ്റ് ആണ് അറിയണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഗോ ടു ക്ലിക്ക് ചെയ്തു ജസ്റ്റ് നമുക്ക് ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ PR എന്ന് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ഏത് ലെറ്ററാണോ അടിച്ചത് അതിലുള്ള കാര്യങ്ങൾ ഇവിടെ നമുക്ക് ഹൈലൈറ്റ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റും. അപ്പോൾ എല്ലാം നമുക്ക് ഒറ്റ ക്ലിക്കിലൂടെ തന്നെ നമ്മൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റും. അപ്പോൾ ഇത്തരം റിപ്പോർട്ടുകളൊക്കെ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നർത്ഥം. അതേപോലെ ബാലൻസ് ഷീറ്റ് ആണ് നോക്കണമെന്നുണ്ടെങ്കിലും എന്താണ്, നമുക്കിവിടെ ജസ്റ്റ് ഗോ ടു ക്ലിക്ക് ചെയ്തു ജസ്റ്റ് ഇവിടെ BA എന്ന് അടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ബാലൻസ് ഷീറ്റ് നമുക്കിവിടെ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് റിപ്പോർട്ടുകളും നമുക്ക് ഈ ഗോ ടുവിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് എത്ര സ്റ്റോക്കുകൾ അവൈലബിൾ ആയിട്ടുണ്ട് അതറിയണമെങ്കിൽ എന്താണ്, നമുക്കിവിടെ ജസ്റ്റ് നമുക്ക് ഗോ ടു അടിക്കാം. ജസ്റ്റ് നമുക്ക് ഇവിടെ സ്റ്റോക്ക് സമ്മറി ST എന്ന് അടിച്ചാൽ നമുക്ക് ഇവിടെ സ്റ്റോക്ക് സമ്മറി ആയിട്ടുള്ള റിപ്പോർട്ടുകൾ ഇവിടെ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് കിട്ടുക. ഇനി നമ്മൾക്ക് ഇപ്പോൾ മൊത്തം സ്റ്റോക്കാണ് അറിയേണ്ടത്. ഇനി എനിക്കിപ്പോൾ 2 or 3 ഗോഡൗൺ ഉണ്ടെന്ന് വിചാരിക്കുക. ഗോഡൗൺ വൈസ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് എസ്കേപ്പ് ചെയ്തു ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിന് നമുക്ക് എടുക്കേണ്ടത് ഇൻവെൻട്രി ബുക്സ് ആണ് എടുക്കേണ്ടത്. അതിൽ ഗോഡൗൺ എടുത്തു കഴിഞ്ഞാൽ ഗോഡൗൺ വൈസ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റും. അപ്പോൾ മൊത്തം സ്റ്റോക്ക് സമ്മറി എടുത്താൽ സ്റ്റോക്കിന്റെ മൊത്തം റിപ്പോർട്ടുകളെ കാണാൻ പറ്റുള്ളൂ. ഗോഡൗൺ വൈസ് ആയിട്ടുള്ള റിപ്പോർട്ട് കാണണമെങ്കിൽ ഗോഡൗണിന്റെ ഓപ്ഷനാണ് എടുക്കേണ്ടത്. അക്കൗണ്ടന്റ് ഈ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഫിൽട്ടർ ചെയ്യാനും അറിഞ്ഞിരിക്കണം. നമുക്ക് എന്ത് റിപ്പോർട്ടുകളും നമ്മൾക്ക് വിത്തിൻ സെക്കൻഡുകൾ ഉള്ളിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കീ ആണ് അപ്ലൈ ഫിൽട്ടർ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നമുക്ക് ജസ്റ്റ് അപ്ലൈ ഫിൽട്ടർ എടുത്തു കഴിഞ്ഞാൽ ലുക്ക് ഫോർ നമുക്ക് എന്താണോ സെർച്ച് ചെയ്യേണ്ടത് അത് നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റും.
ഇപ്പം എനിക്ക് പർച്ചേസിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് കാണേണ്ടത് വിചാരിക്കുക. ഞാനിവിടെ അപ്ലൈ ഫിൽറ്റർ സെലക്ട് ചെയ്തിട്ടെടുത്തു. ലുക്ക് ഫോർ എന്നുള്ളത് എന്താണ്, എനിക്ക് പർച്ചേസ് എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ സ്പെല്ലിംഗ് തെറ്റാൻ പാടില്ല. അപ്പോൾ എനിക്ക് ഇവിടെ പർച്ചേസിൻ്റെ ട്രാൻസാക്ഷൻ മാത്രം എനിക്കിവിടെ കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ പറ്റും. അപ്പോൾ നമുക്ക് ടാലിയിൽ എന്തും നമ്മൾക്ക് ഫിൽറ്റർ ചെയ്തിട്ട് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ടാലിയിൽ ഉണ്ട്. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.